ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ യാത്ര ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കടക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളെ പോലെ തന്നെ തങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് ഏറെ പറയാനുണ്ട് മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും. നഗരക്കാഴ്ചകളുടെ പുതിയൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ വിനീത മേനോൻ, ശ്രീമതി നിർമ്മല സാനു ജോർജ്, എഴുത്തുകാരിയും സംസ്കൃത സർവകലാശാല അധ്യാപികയും സാമൂഹിക ശാസ്ത്ര ഗവേഷകയുമായ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ. കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ E. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. മുംബൈ അധോലോകത്തിൽ നിന്നെത്തിയ നായകൻ മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട കഥാപാത്രങ്ങളിലൊന്നാണ്. മുംബൈയിലെ കുപ്രസിദ്ധമായ ചേരികളിൽ വളർന്ന് ഹിന്ദി വില്ലന്മാരുമൊക്കെയായി തല്ലുകൂടി ഇവിടെ എത്തുന്ന നായകന്മാർ. ഇത്തരം ചേരികളൊക്കെ നമ്മളുടെ കാഴ്ചപ്പുറത്തെത്തിയത് മലയാളം സിനിമകളിലൂടെയാണ്. ഓരോ നഗരത്തോടൊപ്പം ഓരോ ചേരിയും ജനിക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം ചേരി നിർമ്മാർജ്ജന പദ്ധതിയുമായി എത്തിയ മലപ്പുറം ജില്ലയിലെ പൊന്നാനി നഗരസഭയെ ഈ വേദിയിൽ. പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ചെയർമാൻ പ്രൊഫസർ MM നാരായണൻ, വൈസ് ചെയർമാൻ ശ്രീ A. അബൂബക്കർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PV അയൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി V. ശൈലജ, മുനിസിപ്പൽ സെക്രട്ടറി ശ്രീ കുര്യൻ ജോൺ. ഗ്രാമങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ മുനിസിപ്പാലിറ്റിയിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യത്തെ മുനിസിപ്പാലിറ്റിയാണ് പൊന്നാനി നഗരസഭ. എങ്ങനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പൊന്നാനിയെ? പൊന്നാനി ഏറ്റവും സുദീർഘമായ ഇടമുറിയാത്ത ഒരു സാംസ്കാരിക ചരിത്ര പാരമ്പര്യമുള്ള പ്രദേശമാണ്. കുറച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 500 കൊല്ലത്തെ 1510 സൈനുദ്ദീൻ മഖ്ദൂം അവിടെ പൊന്നാനിയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളിയുണ്ട്, വലിയ ജുമാഅത്ത് പള്ളി. ആ പള്ളി സ്ഥാപിക്കുന്നത് അത് ഒരു നാഴികക്കല്ലാണ് പൊന്നാനിയുടെ ഹിസ്റ്ററിയിൽ. അതിനുശേഷം ഈ 500 കൊല്ലത്തെ ഒരു പാരമ്പര്യം, ആ പാരമ്പര്യത്തിൻ്റെ ഒരു സവിശേഷ മുദ്ര എന്ന് പറയുന്നത് ഈ സമന്വയത്തിൻ്റെ ഈ സമരത്തിൻ്റെ ഒരു പാരമ്പര്യം. ഈ സമന്വയത്തിൻ്റെ അടയാളം ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ തന്നെ കാണാം. പള്ളി ഒരു പരമ്പരാഗതമായ കേരളീയ പ്രത്യേകിച്ച് ഈ ക്ഷേത്ര വാസ്തുശില്പ മാതൃകയിലാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ പള്ളിക്കകത്ത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദർസുണ്ട്. അവിടെ ഈ തൂക്കുവിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്നിട്ടാണ് ആൾ പഠിക്കുക. വിളക്കിനിരുത്തുക എന്ന് പറഞ്ഞൊരു അനുഷ്ഠാനം തന്നെ. അപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ എൻ്റെ ദീർഘമായിട്ടുള്ള പറയുന്നില്ല. അതുപോലെ തന്നെ സൈനുദ്ദീൻ രണ്ടാമൻ, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായിരുന്ന സൈനുദ്ദീൻ രണ്ടാമനാണ് വളരെ പ്രസിദ്ധമായ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം. ചരിത്രം മാത്രമല്ല, ചരിത്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സംസ്കാരമുണ്ട്, മതമുണ്ട്, എല്ലാം കലർന്നിട്ടുള്ള വളരെ ബഹുമാനകമായിട്ടുള്ളൊരു കൃതിയാണ്. അതിൻ്റെ ഒരു പാരമ്പര്യം ഞാനതാ പറഞ്ഞത്. ദീർഘമായിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ട് ചുരുക്കമാണ്. അത് ഇമ്പിച്ചിവാവയിലേക്കും എടശ്ശേരിയിലേക്കൊക്കെ എത്തുമ്പോൾ ഈ പാരമ്പര്യം, അതാ ഞാൻ പറഞ്ഞു, ഇടമുറിയാത്തൊരു പാരമ്പര്യം നമുക്ക് കാണാൻ പറ്റും. സവിശേഷമായ സമന്വയത്തിൻ്റെയും സമരത്തിൻ്റെ ഒരു പാരമ്പര്യം. സുസ്ഥിര വികസനത്തിനായി എന്തൊക്കെ പദ്ധതികളാണ് പൊന്നാനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്? എല്ലാ മണ്ഡലത്തിലും ഉള്ള ഒരു സമഗ്ര വികസനത്തിൻ്റെ സങ്കല്പവും സാക്ഷാത്കാരമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഒന്ന്, നേരത്തെ പറഞ്ഞല്ലോ, നഗരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നഗരത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇന്നത്തെ നഗരജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാർപ്പിട പ്രശ്നമാണ്. അത് കൊണ്ട് തന്നെ ആ പാർപ്പിട പ്രശ്നത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണത എന്ന് പറയുന്നത് ഈ ചേരി പ്രദേശത്തുള്ള അപ്പോൾ ചേരി നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. രണ്ടാമത്, ഈ നഗരമാണെങ്കിലും കുറച്ച് പഴയ ഇങ്ങനെ മാഞ്ഞുകൊണ്ടിരിക്കുന്ന കടലെടുത്തുകൊണ്ടിരിക്കുന്ന തുരുത്ത് പോലുള്ള ഒരു കൃഷിയിടത്തിൻ്റെ ഒരു
ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു കൃഷിയിടമുണ്ട്. അതിനെ ഒന്ന് സംരക്ഷിക്കുക, പ്രിസർവ് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായി തോന്നുന്നത്. മൂന്നാമത് മറ്റൊരു മുനിസിപ്പാലിറ്റിയിൽ ഇല്ല എനിക്ക് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞങ്ങളൊരു ജങ്കാർ സർവീസ് നടത്തുന്നുണ്ട്. ഈ ഭാരതപ്പുഴയുടെ കുറുകെ 2 ജങ്കാർ മുനിസിപ്പാലിറ്റി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ അപ്പോൾ ഇതിൽ ഈ സ്ലമ്മിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള IHSTP പദ്ധതി അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പൊന്നാനിയുടെ ഈ ചേരി നിവാരണ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? വികസന കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങിയത്. പൊന്നാനി നഗരസഭയിൽ ജനസംഖ്യയുടെ 44% ചേരി സമാനമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ്. ഏകദേശം 4000-ഓളം ഭവനരഹിതരുള്ള പൊന്നാനി നഗരസഭ നേരിടുന്ന ഗുരുതരമായ പ്രശ്നമാണ് പാർപ്പിട പ്രശ്നം. ഇതിനൊരു ശാശ്വത പരിഹാരം കാണുവാനുള്ള ശ്രമത്തിലാണ് നഗരസഭ IHSDP ഭവന പദ്ധതിയിലൂടെ. ഇത് ഫിഷർമെൻ കോളനി. ഏറ്റവും കൂടുതൽ കടലാക്രമണ ഭീഷണി നേരിടുന്ന അഴീക്കൽ മുതൽ പുതുപൊന്നാനി അഴിമുഖം വരെയുള്ള 120ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനായി നഗരസഭ നിർമ്മിച്ച് നൽകാൻ പോകുന്ന ഒരു കോളനിയാണിത്. ഇതുവരെ എവിടെ താമസിച്ചോണ്ടിരുന്നോടെയാ? മുറിഞ്ഞഴി വരുന്ന സ്ഥലത്ത് കടലിനോട് അടുത്താണ് ഞങ്ങളെല്ലാവരും താമസിക്കുന്നത്. വീടാണെങ്കിൽ ചെറ്റ വീടാണ്. ഏത് സമയത്തും ഞങ്ങളെ കടല് വീട്ടുകളിലേക്കൊക്കെ വെള്ളം കയറി വരും. പിന്നെ കൊല്ലം ഞങ്ങൾ കടൽ കയറി കഴിഞ്ഞാൽ സ്കൂളിലോ മദ്രസയിലോ മാറ്റി താമസിക്കുന്നത്. പിന്നെ അതേപോലെ ആണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം 10 മീറ്റർ മാത്രം അകലമാണ് ഈ കടലും ഇവരുടെ വീടും തമ്മിലുള്ളത്. രൂക്ഷമായ കടലാക്രമണ ഭീഷണി നേരിടുന്ന തീരദേശവാസികളെയും അരക്ഷിതരായ പുറമ്പോക്ക് നിവാസികളെയും പുനരധിവസിപ്പിക്കുന്നതിന് നഗരസഭയുടെ സ്വന്തം സ്ഥലത്ത് 229 ഭവനങ്ങൾ പണിയുന്നതുകൂടാതെ EMS ഭവന പദ്ധതിയിലൂടെ 402 ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കുവാൻ ധനസഹായം നൽകിയിരിക്കുന്നു. ചേട്ടാ, ഏത് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ടാണ്? ഭവന പദ്ധതിക്ക് എനിക്ക് ഈ വീട് പാസ്സായി കിട്ടിയത്. കാരണം ഞാൻ കുറെ മുന്നേ ചെറ്റവിടില്ലായിരുന്നു. പിന്നെ സ്ഥലം കൂടി പഠിക്കാൻ പാകത്തിന് പോത്തിയായിരുന്നു. പിന്നെ അങ്ങനെ കയറ്റി സ്ഥലം എടുത്തു. പിന്നെ ഈ ചെറ്റവിട ഒരുപാട് കാലം ഞാൻ ദുരിതമനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ EMS ഭവന പദ്ധതി കാരണം എനിക്ക് ഒരു വീട് കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. പൊന്നാനി നഗരസഭ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കാർഷിക വികസന പദ്ധതിക്കും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഇവിടെ ഏകദേശം 30% ആളുകളും കൃഷി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇവരെല്ലാവരും കൊയ്ത്തുപാട്ടിന്റെ ഈണത്തിലാണ്. ചേട്ടാ, എന്തൊക്കെ കാർഷിക ആനുകൂല്യങ്ങൾ അവിടെ കിട്ടാറുള്ളത്? തരിശുഭൂമിക്കുള്ള പരിഗണന, പിന്നെ വിത്ത് വളം, ജൈവവളം, രാസവളം, പിന്നെ നിലമൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിഗണനകൾ, ധനസഹായങ്ങൾ, പിന്നെ നമുക്ക് പാടശേഖര സമിതിക്ക് കൊയ്ത്ത് യന്ത്രം, മെതിയന്ത്രം, പിന്നെ മറ്റേ പവർ ടില്ലർ, ഇതൊക്കെ ലഭിക്കേണ്ടായിരുന്നു. ചേട്ടാ, കൃഷി മേഖല എന്തൊക്കെ പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത്? അപ്പോൾ ഇവിടെ കരുതുന്നത് തരിച്ച് നെൽകൃഷികൾ മൊത്തം ഓരോരുത്തരെയും വിളിച്ച് പാടശേഖര സമിതി മുഖാന്തരവും വ്യക്തികൾ മുഖാന്തരവും അവരെ പാട്ടത്തിനെടുത്തിട്ടും അവർക്ക് ചെയ്യുന്നവർക്ക് വിത്ത്, വളം, പിന്നെ അതേമാതിരി ഒരു ഹെക്ടർ തരിശുഭൂമി ചെയ്താൽ 2500 രൂപ ഗവൺമെൻറ് സബ്സിഡി നിരക്കിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യഥാസമയം നമ്മൾ വിത്തും വളവും കൊടുക്കുന്ന കാരണം വളരെ പേര് വളരെ തരിച്ചായി കിടക്കുന്ന ഭൂമി കൃഷിയെടുത്ത് നടത്താൻ തയ്യാറായിട്ടുണ്ട്. ഒരു വർഷം ജൈവ ഇത് മാത്രം കഴിഞ്ഞ വർഷം വരെ 16 ലക്ഷം രൂപ ജൈവ വളത്തിന് മാത്രം നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെൽകൃഷിക്കാണെങ്കിൽ വിത്തും, ഫാക്ടംബോസ്, പൊട്ടാഷ് എന്നുള്ള വളങ്ങൾ ഇതും കൊടുക്കുന്നുണ്ട്. പിന്നെ പാടശേഖര സമിതികൾക്ക് കൊയ്ത്ത് യന്ത്രം, മെതിയന്ത്രം, പവർ ടില്ലർ മുതലായവ എല്ലാവർക്കും വിതരണം ചെയ്തു. അങ്ങനെ വളരെയധികം കൃഷിയുടെ മുന്നോട്ട്